ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 216. പൗലോസിൻ്റെ പ്രതിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരപ്പെടണമെന്നും ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നും മാനസാന്തരത്തിന് നിരക്കുന്ന പ്രവൃത്തികൾ ചെയ്യണമെന്നും മറ്റും പൗലോസ് തുടർമാനമായി പ്രസംഗിച്ചു. എന്നാൽ അവിടെ കൂടിയിരുന്ന ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരാൾ പ്രതികരിച്ചു, ഫെസ്തോസ്. അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, പൗലോസേ, താങ്കൾക്ക് ഭ്രാന്തുണ്ട്. വിദ്യാബഹുത്വത്താൽ താങ്കൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ദർശനങ്ങളും ഉയർത്തെഴുന്നേൽപ്പും ഒന്നും വിശ്വസിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ പൗലോസിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, ഞാൻ സത്യവും സുബോധവുമായ വാക്കുകളാണ് പറയുന്നത്. എന്നിട്ട് അഗ്രിപ്പായുടെ വശത്തേക്ക് പൗലോസ് തിരിഞ്ഞു. രാജാവിന് ഈ കാര്യങ്ങൾ ശരിക്കും അറിവുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ധൈര്യസമേതം സംസാരിക്കുകയാണ്. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതുമാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതൊന്നും ഒരു ഒഴിഞ്ഞ കോണിൽ നടന്ന സംഭവമല്ല. എന്നിട്ട് പൗലോസ് നയതന്ത്രപരമായി തന്നെ ഒരു ചോദ്യം അഗ്രിപ്പയോട് ചോദിക്കുകയാണ്. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? മതപരമായി യഹൂദനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പ്രവാചകന്മാരെ വിശ്വസിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ ആൾ ഒരു സാധുക്യനായിരിക്കണം. അവർ മോശ വരെയുള്ള പ്രവാചകന്മാരെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. പൗലോസ് ആ ചോദ്യവും ചോദിച്ചത് തൻ്റെ പ്രതിവാദം മറ്റൊരു രീതിയിൽ തുടർന്നു വേണ്ടി ആയിരുന്നു. എന്നാൽ പ്രവചനങ്ങളിൽ മശിഹയെപ്പറ്റി വ്യക്തമായ സൂചനകൾ ഉണ്ട്. യേശുക്രിസ്തുവിൽ നിവൃത്തിയായ ആ പ്രവചന സൂക്തങ്ങൾ ഉദ്ധരിച്ച് പ്രവാചകന്മാർ ഭാവി കാലങ്ങളെപ്പറ്റി പറഞ്ഞത് മാത്രമേ ഞാനും പറയുന്നുള്ളൂ, മാത്രമല്ല സ്ഥാപിക്കുന്നുള്ളൂ എന്ന് പൗലോസ് ആ ലക്ഷ്യത്തെ മുൻകണ്ടുകൊണ്ടാണ് ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. എന്നാൽ അഗ്രിപ്പ ആ ചോദ്യത്തിന് വഴങ്ങിയില്ല. വിശ്വസിക്കുന്നു എന്നോ വിശ്വസിക്കുന്നില്ല എന്നോ മറുപടി പറഞ്ഞില്ല. അതേ തുടർന്ന് ഒരു മൗനം അവിടെ നിലനിൽക്കുമ്പോൾ പൗലോസ് ആ മൗനത്തെ വിശ്വസിക്കുന്നു എന്ന വാക്കിനാൽ ആ മൗനത്തിനെ അടിസ്ഥാനമാക്കി അഗ്രിപ്പോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യത്തിൽ അങ്ങ് വിശ്വസിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, പെട്ടെന്നായിരുന്നു ഒരു പരിഹാസത്തോടു കൂടിയുള്ള അഗ്രിപ്പയുടെ മറുപടി. നിങ്ങൾ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പ്രേരിപ്പിക്കുകയാണല്ലേ എന്നുള്ള ചോദ്യം. ഒരു സാധാരണ പ്രാസംഗികൻ ഒരു നിമിഷം തന്നിലേക്ക് വലിഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഒരു മറുപടിയായിരുന്നു ആ സന്ദർഭവും. എന്നാൽ പൗലോസ് ഈ സന്ദർഭത്തെ ഒരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അല്പ ഉച്ചത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് മാത്രമല്ല, നോക്കൂ, ഇന്നെൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് തൻ്റെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കൈകളെ ഉയർത്തിക്കൊണ്ട് ഈ വിലങ്ങുകൾ ഒഴികെ, അതെ, ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ നിങ്ങളെല്ലാവരും ആയിത്തീരണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. പൗലോസിൻ്റെ ശക്തമായ ഈ പ്രഖ്യാപനം അഗ്രിപ്പായ്ക്കൊരു ധാർമ്മിക തിരിച്ചടിയാണ് നൽകിയത്. മറ്റൊന്ന് പറയുവാൻ അയാൾക്ക് ഇനി വാക്കുകളില്ല. രംഗം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അഗ്രിപ്പ എഴുന്നേറ്റു. ഒപ്പം ഫെസ്തോസും ബർണിക്കയും കൂടെ മറ്റുള്ളവരും. അവർ പോകാൻ വേണ്ടി മാറി നിൽക്കുമ്പോൾ പൗലോസിൻ്റെ വിശ്വാസധീരതയെ അവർ സ്വീകാര്യമായി പ്രശംസിച്ചു. കൂടാതെ ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ അർഹമായതൊന്നും ചെയ്തിട്ടില്ല എന്നും തമ്മിൽ പറഞ്ഞു. ഈ വിസ്താരത്തിൻ്റെ ഫലമായി അഗ്രിപ്പ കൊടുത്ത നിയമോപദേശം ഇതായിരുന്നു: കൈസരെ അഭയം ചൊല്ലാതിരുന്നുവെങ്കിൽ ഇയാളെ വിട്ടയക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു. ഇങ്ങനെ പൗലോസിന് ഇവിടെയും മുഴുവിപ്പിക്കുവാൻ കഴിയാത്ത ഒരു പ്രസംഗമായി ഇത് അവസാനിപ്പിക്കുകയും കൈസറെ അഭയം ചൊല്ലിയ പൗലോസിനെ ഇനി റോമിൽ എത്തിക്കുകയാണ് അടുത്ത നടപടിയെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഫെസ്തോസ് അതിൻ്റെ കാര്യങ്ങളൊക്കെയും നീക്കുവാൻ തുടങ്ങി. ഇങ്ങനെ അഗോസ്ത്യോ പട്ടാളക്കാർ വഴി റോമിലേക്ക് പൗലോസിനെ കയറ്റിവിടുവാൻ തീരുമാനിക്കുമ്പോൾ റോമിൽ സുവിശേഷവുമായി കടന്നു പോകണമെന്നുള്ള പൗലോസിൻ്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.